അട്ടപ്പാടിയിൽ നിന്നും ആദ്യ PhD കരസ്ഥമാക്കിയ കണ്ടിയൂർ സ്വദേശി ഡോക്ടർ ബിനു കൈതക്കുഴി നാടിന്റെ അഭിമാന താരമായി. ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ യാത്രയിലൂടെയാണ് ബിനു ഈ നേട്ടം കൈവരിച്ചത്. 2019 കോയമ്പത്തൂർ ഭാരതിയാർ യൂണിവേഴ്സിറ്റിയിൽ PhDക്കുള്ള എൻട്രൻസ് എഴുതി വിജയിച്ചു. തുടർന്ന് CMS കോളേജ് ഓഫ് സയൻസ് ആൻഡ് കൊമേഴ്സ് കോയമ്പത്തൂരിൽ ഫുൾ ടൈം റിസർച്ചറായി അഡ്മിഷൻ ലഭിച്ചു. ഡിജിറ്റൽ മാർക്കറ്റിംഗിലെ പുതിയ വികസനങ്ങൾ ഗ്രാമീണ സമുദായങ്ങളുടെ സാമ്പത്തിക സാമൂഹിക വളർച്ചയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് അട്ടപ്പാടിയെ മുൻനിർത്തിയുള്ള പഠനമായിരുന്നു വിഷയം. 2024 ജൂലൈ 26 അട്ടപ്പാടിയിൽ നിന്നും കൊമേഴ്സിൽ ആദ്യ PhD നേടിയ വ്യക്തി എന്ന ബഹുമതി ബിനുവിനെ തേടിയെത്തി. റിസർച്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, കാരണം നമ്മളതായിട്ടുള്ള ഓൺ വർക്ക് ആയിരിക്കും റിസർച്ച് എന്ന് പറയുന്നത്. അവൻ ഒരുപാട് സ്റ്റഡി നടത്തി. ലൈബ്രറി ഭാരത യൂണിവേഴ്സിറ്റിയാണ് ചെയ്തത്. അവിടുത്തെ ലൈബ്രറിയിൽ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ ഇതെല്ലാം സെർച്ച് ചെയ്യുമ്പോൾ അർബൻ ഏരിയനെ കുറിച്ച് എല്ലാവരും പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ റൂറൽ ഏരിയയിൽ കുറിച്ച് ആരും ഇതുവരെയും ഞാൻ ചെയ്ത് ആ സമയം ഈ സെക്കൻഡ് ഇതുവരെയും പഠിച്ചിട്ടില്ല. ഇത് തന്നെ എന്നെ മോട്ടിവേറ്റ് ചെയ്തത്. അപ്പോൾ റൂറൽ ഏരിയ പഠിക്കാത്തതിൻ്റെ കാരണം കുറച്ച് നമുക്ക് അറിയാം, ഡാറ്റ കിട്ടാനുള്ള പ്രശ്നങ്ങൾ, പിന്നെ ട്രൈബൽ കമ്മ്യൂണിറ്റീസ്, ഇങ്ങനെയുള്ള കുറച്ച് ഘടകങ്ങൾ നമുക്ക് റിസർച്ചിനെ ബാധിക്കുന്നുണ്ട്. കാരണം നമുക്ക് ഡാറ്റ കിട്ടേണ്ട പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്, സങ്കീർണമായ ഒരു കാര്യങ്ങളാണ്. അപ്പോൾ ഇത് കൊണ്ട് പലരും എടുക്കാൻ നിന്നില്ല. പക്ഷെ ഞാനൊരു റൂറൽ ഏരിയ ആയതുകൊണ്ട് ഞാൻ എൻ്റെ നാടിനെക്കുറിച്ച് പഠിക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഇതിനെടുത്തത്. പക്ഷേ ഡാറ്റ കളക്ഷനും റിസർച്ച് മെത്തഡോളജിയും എല്ലാം വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ആ ബുദ്ധിമുട്ടാണെങ്കിലും ഇത് പഠിക്കാൻ നമ്മൾ റിസർച്ച് ചെയ്യുമ്പോൾ നമ്മളതായിട്ടുള്ള ഒരു കയ്യൊപ്പ് വരുത്തണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ് റൂറൽ ഏരിയ എടുത്തതും അതിനെക്കുറിച്ച് പഠിച്ച് സബ്മിറ്റ് ചെയ്തത്. പിന്നെ നമുക്കൊരു ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഫോറിനും ഇന്ത്യനും നമ്മൾ ഹൈലി റെക്കമെൻഡ് കമാൻഡാണ് നമുക്ക് നമ്മുടെ റിസർച്ചിന് കിട്ടിയിരിക്കുന്നത്. കാരണം ഇതുവരെ ആരും ഈ ഏരിയയെക്കുറിച്ച് പഠിച്ചിട്ടില്ല. കൂടാതെ അവരൊരു ഓപ്ഷൻ പറഞ്ഞത് സെൻട്രൽ ഗവൺമെൻറ്റിന് ഹയർ എഡ്യൂക്കേഷന് വേണ്ടി എൻ്റെ വൈവ റിപ്പോർട്ട് അല്ലെങ്കിൽ റിസർച്ച് അവർ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അതും അട്ടപ്പാടിയെക്കുറിച്ച് പഠിച്ചതിനും റൂറൽ ഏരിയയെക്കുറിച്ച് പഠനം നടത്തിയതിൻ്റെ പേരിലാണ് എനിക്കിങ്ങനൊരു അവസരം കൂടി ഇതിൽ കിട്ടിയത്. ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ യാത്രയിലൂടെയാണ് ഈ നേട്ടം കൈവരിച്ചത്. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അപകടത്തിൽ ബിനുവിന്റെ വലതു കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ഒരു കണ്ണ് പൂർണ്ണ അന്ധതയിലെത്തിയിട്ടും 30% സർട്ടിഫിക്കറ്റ് നൽകാനാണ് ആരോഗ്യവകുപ്പ് തയ്യാറായതെന്ന് ബിനു പറയുന്നു. ഇതുമൂലം തനിക്ക് അന്ധതയുടെ യാതൊരു പരിഗണനയും ലഭിക്കുന്നില്ലെന്നും നിരവധി ജോലികൾ നഷ്ടമായെന്നും യുവാവ് പറഞ്ഞു. ഇതിൻ്റെ ഇടയ്ക്ക് റിസർച്ച് വർക്കും മറ്റു കാര്യങ്ങളും കഴിയുമ്പോൾ രാത്രി 12-1 മണിയൊക്കെ ആവും. അപ്പോൾ ഇത്രയും സമയം നമ്മൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തിട്ട് ഉറങ്ങാൻ കിട്ടുന്ന സമയം കുറച്ച് സമയങ്ങൾ മാത്രമായിരിക്കും. നമ്മളായിട്ടുള്ള സമയം കിട്ടുന്നത് രാത്രി ഉറങ്ങുന്ന ഒരു 2-3 മണിക്കൂറായിരിക്കും. അത്രത്തോളം എഫേർട്ട് എടുത്തും കഷ്ടപ്പെട്ടും നമ്മുടെ സന്തോഷങ്ങളും നമ്മുടെ എൻ്റർടൈൻമെൻറ്റും ഊണും ഉറക്കം എല്ലാം മാറ്റി വെച്ചിട്ട് വേണം നമുക്കിത് ലക്ഷ്യത്തിലെത്താൻ പറ്റുള്ളൂ. വെറുതെ കിട്ടുമെന്നുള്ളൊരു മുഖമുണ്ട്. പലർക്കും ഒരു ചിന്തയുണ്ട്, PhD വെറുതെ കിട്ടുന്നതാണ്, അല്ലെങ്കിൽ അങ്ങനെ കിട്ടും, പൈസ കൊടുത്താൽ കിട്ടുമെന്ന്. പൈസ കൊടുക്കുന്ന പലതും ഉണ്ടാകും. പക്ഷേ നോളജ് നമ്മുടേതായിട്ട് ഒരു കയ്യൊപ്പ് നമ്മുടെ റിസർച്ച് കിട്ടണമെങ്കിൽ നമ്മൾ പലതും ത്യജിക്കേണ്ടി വരും, ത്യാഗം സഹിക്കേണ്ടി വരും. അത്രയും കഷ്ടപ്പെട്ട് ആത്മാർത്ഥം എടുത്താൽ മാത്രം റിസർച്ച് എന്ന വാക്കിന് പൂർണ്ണത ഉണ്ടാവുള്ളൂ, ആ റിസർച്ച് ഉണ്ടാവുകയുള്ളൂ. അതിൻ്റെ ഒരു റിസൾട്ട് തന്നെയാണ് ഇന്ന് ഞാൻ അനുഭവിക്കുന്ന സന്തോഷം. ബിനുവിന്റെ പഠനത്തിന്റെ 90% പൂർത്തീകരിച്ചത് അട്ടപ്പാടിയിൽ തന്നെയാണ്. ജെല്ലിപ്പാറ മൗണ്ട് കാർമൽ സ്കൂളിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസവും അഗളി VHSSയിൽ ഹയർ സെക്കൻഡറിയും അഗളി IHRD കോളേജിൽ നിന്ന് ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടി. ഈ കാലയളവിൽ ഡ്രൈവർ, ടെക്നീഷ്യൻ, അക്കൗണ്ടന്റ്, ഹോസ്പിറ്റൽ, സ്കിൽ ട്രെയിനർ, സ്കൂൾ അധ്യാപകൻ, അസിസ്റ്റന്റ് പ്രൊഫസർ എന്നീ നിലകളിലും പ്രവർത്തിച്ചതായി ഡോക്ടർ ബിനു പറഞ്ഞു. തന്റെ ഉയർച്ചയ്ക്ക് പിന്നിൽ മാതാപിതാക്കളും ജീവിത പങ്കാളിയും സഹോദരങ്ങളും അധ്യാപകരും നാട്ടുകാരും നൽകിയ പിന്തുണയും പ്രേരണയുമാണെന്ന് അനുസ്മരിച്ചു. 1960കളിൽ തിരുവനന്തപുരത്ത് നിന്നും പിതാവ് കൈതക്കുഴി വീട്ടിൽ CB അട്ടപ്പാടിയിലേക്ക് കുടിയേറുകയായിരുന്നു. അപ്പോൾ സ്പെഷ്യലി അട്ടപ്പാടി എന്ന് പറഞ്ഞ് ഒരു ഫസ്റ്റിലെ ഒരു കൊമേഴ്സിൽ PhD നേടുന്നതും അത് അട്ടപ്പാടിക്കാരെ സംബന്ധിച്ചുള്ള അഭിമാനം തന്നെയാണ്. പലരും വിളിക്കാറുണ്ട്, അവർ സന്തോഷം പങ്കുവയ്ക്കാറുണ്ട്. എന്നെ പഠിപ്പിച്ച സ്കൂൾ, ഞാൻ പഠിച്ച സ്കൂളുകൾ, എൻ്റെ അധ്യാപകർ, നാട്ടുകാർ എല്ലാവർക്കും സന്തോഷത്തിൽ തന്നെയാണ്. കാരണം അട്ടപ്പാടിയുടെ പേര് പുറത്തോട്ട് എത്തിക്കുക, അത് അട്ടപ്പാടിക്ക് പുറത്തോട്ട് എത്തിക്കാൻ എന്നെക്കൊണ്ട് സാധിച്ചു. അതിൽ അവർക്ക് സന്തോഷമുണ്ട്, അതിലുപരി എനിക്ക് സന്തോഷമുണ്ട്. ഇതാണ് അട്ടപ്പാടിയെക്കുറിച്ച് പറയുമ്പോൾ ഉള്ളത്. അട്ടപ്പാടി എന്ന് പറയുമ്പോൾ പുറത്തോട്ടുള്ളൊരു കാഴ്ചപ്പാടല്ല. അട്ടപ്പാടിയിലെ സാഹചര്യങ്ങൾ ഒരുപാടുണ്ടെന്ന്, പഠന മേഖലയാണെങ്കിലും സാമ്പത്തികം, അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ, ഹെൽത്ത് എന്നുള്ള എല്ലാ മേഖലയിലും ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ എഡ്യൂക്കേഷൻ്റെ അവസാന തടിയല്ലേ PG UG കഴിഞ്ഞാൽ അടുത്തൊരു കോഴ്സ് എന്ന് ബ്രേക്ക് ചെയ്യുന്നൊരു സമയങ്ങളുണ്ട് അട്ടപ്പാടിക്കാർക്ക്. ഇല്ലെങ്കിൽ അത് സാഹചര്യം കൊണ്ടാണ് ബ്രേക്ക് ചെയ്യുന്നത്. പക്ഷെ അതിനെയും തരണം ചെയ്ത് നമ്മൾ പോയി പഠിച്ച് റിസർച്ച് ചെയ്യുക. അത് ഈവൻ എൻ്റെ സ്റ്റുഡൻസ് ആണെങ്കിൽ അട്ടപ്പാടി ഉള്ളവർക്കാണെങ്കിൽ ഒരു മെസ്സേജ് കൊടുക്കുന്നത്, നമ്മൾ പഠനം അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ പാതി വഴി നിർത്തേണ്ട ഒരു കാര്യമില്ല. അത് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ലാസ്റ്റ് റിസോഴ്സിലെ അവസാന ഘട്ടത്തിൽ എത്തിച്ചേരാൻ പറ്റും. നല്ലൊരു വിജയം തന്നെ കീഴടക്കാൻ പറ്റും. നമ്മൾ റൂറൽ ഏരിയ ആണ്, നമുക്ക് സാഹചര്യങ്ങളില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിവായി നിൽക്കുക തന്നെ ചെയ്യും. പക്ഷെ നമ്മൾ കിട്ടുന്ന സാധ്യതകളെ നമ്മൾ ഉപയോഗപ്പെടുത്തുക, അതിന് കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ മാക്സിമം യൂസ് ചെയ്യുക. അതിൽ നിങ്ങൾ മാക്സിമം നിങ്ങൾ വേണ്ട രീതിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ
നമുക്ക് എനിക്ക് കിട്ടിയ അച്ചീവ്മെന്റ് പോലെയല്ല, ഇതിനെക്കാട്ടി വലിയ അച്ചീവ്മെന്റ്സ് അവിടെ ഉണ്ടാക്കാൻ പറ്റും. ഇതെന്റെ നാട്ടുകാർക്ക് മുമ്പിൽ ഞാൻ തെളിയിച്ചു കൊടുത്തതാണ്. പരേതയായ തേക്കൻ ചുവട്ടിൽ ബേബി സിബിയാണ് മാതാവ്. പെരുങ്കുളങ്ങര മഞ്ജു ഉദയനാണ് ഭാര്യ. മനോജും ഷിനോജും സഹോദരങ്ങളാണ്. ഇരട്ടി മധുരമാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ആദ്യത്തെ PhD കാരനാണ് ഡോക്ടറേറ്റ് നേടിയത്. അത് നമുക്ക് സിമ്പിളായിട്ട് കിട്ടിയ ഒന്നല്ല. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് നമ്മുടെ വീട്ടിലെ സാമ്പത്തികമായാലും അമ്മയുടെ അസുഖങ്ങൾ, പിന്നെ അങ്ങനെ ഫിസിക്കലി ഉള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ തരണം ചെയ്ത് നേടിയെടുത്ത ഒന്നാണത്. ഏറ്റവും കൂടുതൽ ആഗ്രഹം അമ്മയ്ക്കായിരുന്നു PhD നേടിയിട്ട് കാണണം എന്നുള്ളത്. പക്ഷേ നിർഭാഗ്യം അമ്മ ഇപ്പം ഞങ്ങളുടെ കൂടെ ഇല്ല. അതുകൊണ്ട് ആ ഒരു സങ്കടം ഉണ്ടെങ്കിലും ഞങ്ങൾക്കിത് ഒരുപാട് സന്തോഷമാണ്. ഞാനതിൽ അഭിമാനിക്കുന്നുണ്ട്. CCN മണ്ണാർക്കാട്.